Priya, are you in love with Russia or no? Obviously. പ്രിയ അകത്ത് കയറണമെങ്കിൽ മാസ്ക് വെക്കണം. വേദു വെച്ചു. വേദുവിന് ആ മാസ്ക് മതി. ഞാൻ ഒരു പാട്ടുകാരനായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പാട്ട് കേട്ടാനെ നിങ്ങൾ. വീണ്ടും നിങ്ങൾ ഒരു ചിൽഡ്രൻസ് ബുക്കിന്റെ അകത്ത് കയറിയ ഫീലിംഗ് ഇല്ലേ? ആ കളേഴ്സും ആ ഒരു ക്ലാപ്പ് ചെയ്യണം. ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. മുഖമൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വ്ളാഡിമർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആൻഡ് വ്ളാഡിമർ ആക്ച്വലി സ്വിറ്റ്സർലൻഡിൽ പോകണമെങ്കിൽ ശരിക്കും വ്ളാഡിമർ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. ഇത് വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ടൗൺസോ അല്ലെങ്കിൽ വില്ലേജസ് ഇൻ റഷ്യയാണ്. ഇത് 998 ഇയേഴ്സ് എന്ന് പറഞ്ഞാൽ 999 ഇയേഴ്സിലാണ് ഇത് കണ്ടുപിടിച്ചത് ഈ ടൗൺ. സോ ഇറ്റ്സ് ക്ലോസ് ടു 1000-year-old ടൗൺ നമ്മളിപ്പോൾ ഉള്ളത്. റഷ്യയുടെ ഫസ്റ്റ് ക്യാപിറ്റൽ ആയിരുന്നു. ആൻഡ് ഇത് ആക്ച്വലി ആർട്ട് ആൻഡ് ഈ ഒരു ആർട്ടും അല്ലെങ്കിൽ കൾച്ചറിൻ്റെ ഒക്കെ സെൻറ്റർ ആയിരുന്നു. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെഡീവൽ ടൗൺ. ഇന്ന് നമ്മൾ ഇവിടെയാണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഒരു ദിവസം മതി ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ. ആൻഡ് നമ്മുടെ ഹോട്ടൽ ബാബറിയ നല്ല ഹോട്ടലല്ലേ? നമ്മൾ റൂം ടൂറും കാണിച്ചില്ല, വന്നിട്ട് ജസ്റ്റ് അത് കാണിക്കാം. കാരണം അങ്ങനെ ഭയങ്കര സെറ്റപ്പ് ഒന്നും അല്ല. ഇറ്റ്സ് എ നോർമൽ ഗുഡ് ക്ലീൻ റൂം. ബെസ്റ്റ് പാർട്ട് ഇസ് ദാറ്റ് AC ഉണ്ടല്ലേ. ഇറ്റ് ഇസ് സോ ഹോട്ട്. ഇപ്പോൾ സമയം ഏകദേശം 4:15. ഇപ്പോഴാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുന്നത്. അല്ലാതെ പറ്റില്ല. ഇറ്റ് വാസ് 37 degrees ടുഡേ. ഇത് ഞാൻ പറഞ്ഞില്ലേ, വ്ളാഡിമർ എന്ന് പറഞ്ഞൊരു പഴയ വില്ലേജാണ്, ടൗണാണ്. ഇപ്പോൾ ഒരു ടൗണായി. ആൻഡ് ഇത് ഉള്ളിലത്തെ ഒരു റോട്ടിലാണ് നമ്മുടെ ഹോട്ടൽ. എന്നിട്ടും ആ റോട്ടിൻ്റെ ക്ലെൻനെസ് കണ്ട. എവിടെ ഈ ഓബ്വിയസ്ലി കുറച്ച് ഡ്രൈഡ് ലീവ്സ് അല്ലാതെ വേറെ ഒന്നും അങ്ങനെ കിടക്കുന്നില്ല. ആസ് എക്സ്പെക്റ്റഡ്. റഷ്യയുടെ സിറ്റീസ് മാത്രമല്ല ക്ലീൻ, ഞങ്ങൾ പോയ എല്ലാ വില്ലേജസും ക്ലീനാണ്. ആൻഡ് നമ്മുടെ നാട്ടിലൊരു ഐക്കണാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ. ആൻഡ് ഫ്ലവേഴ്സ് ആസ് യൂഷ്വൽ. നോക്ക് പ്രിയ, ഫ്ലവേഴ്സ്. Russian give lot of important flowers and animals. Yeah. ഇവിടുത്തെ ബിൽഡിങ്സ് നല്ല രസമില്ലേ? പഴയ ബിൽഡിങ്സ് ആണെങ്കിലും വെൽ മെയിൻറ്റെയിൻ. ആൻഡ് നിങ്ങൾ വേറൊരു കാര്യം ഓർക്കണം, ഇത് ഇത്രയും പഴയ ടൗൺ, അങ്ങനെ പ്ലാനിങ് ഒന്നും അന്നത്തെ കാലത്ത് കാണില്ലല്ലോ. എന്നിട്ടും ഇത്രയും വീതിയുള്ള ഫുട്പാത്ത്സ്. അതേ പറഞ്ഞ ഫുൾ റഷ്യ ഈസ് വെരി പ്രാം ഫ്രണ്ട്ലി, കിഡ് ഫ്രണ്ട്ലി. നമുക്ക് നടക്കാൻ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല എവിടെയും. ആൻഡ് അവിടെ ഇതൊക്കെ ചേർച്ചിൻ്റെ റെനോവേഷൻ നടക്കുന്നുണ്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ബിൽഡിങ്സ് പേസ്റ്റൽ കളർ ബിൽഡിങ്സും പഴയ ബിൽഡിങ്സ് ആണ്. പക്ഷെ അവർ നന്നായി റെനോവേഷനൊക്കെ ചെയ്ത് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്രിയ, എങ്ങനെയുണ്ട് ഇത്? വെരി ബ്യൂട്ടിഫുൾ. ചേർച്ച് കണ്ടിട്ട് മതിയൊന്നുമില്ലല്ലേ? ഇത് ആക്ച്വലി ചേർച്ച് ഓഫ് സെയിൻറ്റ് ഡെമിട്രിയസ് ആണ്. 12th century ആണ്. ബൈസാന്റിയം ആർക്കിടെക്ചർ എന്നാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ആർക്കിടെക്ചർ എന്ന് പറയുന്നത്. എനിക്ക് അതിന്റെ വാളിലുള്ള ഒരു കൊത്തുപണികളുണ്ട്. ഭയങ്കര ഭംഗി. അകത്ത് കയറാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് ചേർച്ച് പോലെ തന്നെയാണ് ഇതിന്റെ സറൗണ്ടിങ്സും അല്ലേ? അവർ ഒരു ഫോറസ്റ്റോ, ഇവിടെ ഇത് ഫോറസ്റ്റിലാണ്, പക്ഷെ ഇറ്റ്സ് ഇൻ ദ സിറ്റി സെന്റർ. പാർക്ക് പോലെ ഉണ്ട്. അവർ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത ഗ്രീനറി. നോക്കിക്കേ, ഞാൻ പറഞ്ഞില്ലേ, ഫ്ലവേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. പ്രാവ്, എവറിത്തിങ് ഇൻ എന്താ, ഭയങ്കര ഒരു മനസ്സിന് സന്തോഷം തരുന്ന ഒരു ഫീലിംഗ് ആണ് ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. കണ്ട ഫൗണ്ടൻ ഒക്കെ ഉണ്ട് അവിടെ. എന്തോ കയറിപ്പോയാൽ നല്ല ഫുൾ വ്യൂ പോയിന്റ് ഉണ്ട്. ഫുൾ വ്ളാഡിമർ കാണാം. അത് കുറച്ച് കഴിഞ്ഞ് പോവാം. അവിടെ ഫൗണ്ടൻസ് ഉണ്ട്. നമുക്ക് നോക്കാം, നമുക്ക് ചേർച്ചിനകത്തേക്ക് കയറാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ഇത് വൈറ്റ് സ്റ്റോൺ ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. ആൻഡ് യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ്. വൈറ്റ് സ്റ്റോൺ ആർക്കിടെക്ചർ എന്നാണ് പറയുന്നത്. പറയാ എനിക്കൊന്ന് മൊത്തം വൈറ്റ് സ്റ്റോണിൽ ചെയ്തായിരിക്കും. പ്രിയ അകത്ത് കയറണമെങ്കിൽ മാസ്ക് വെക്കണം. വേദു വെച്ചു. വേദുവിന് ആ മാസ്ക് മതി. ഫുൾ ഫേസ് മാസ്ക്. അതെ, ഡോറിൻ്റെ ഒക്കെ സൈസ് നോക്ക്. ആ പഴയ ഡോറ് തന്നെയാന്ന് തോന്നുന്നു. ഒന്ന് ഉന്തി നോക്കുക. ഇറ്റ് വിൽ ബി വെരി ഹെവി ഓൾസോ. ഓ, ആ ഡോറിന് വെയിറ്റ് ഉണ്ടോ? എനിക്ക് തോന്നി നല്ല വെയിറ്റ്. പ്രിയ, ഇവിടെ ആക്ച്വലി പണ്ട് ഫുൾ വർക്ക്സ് ആയിരുന്നു. അത് ഫുൾ കത്തിപ്പോയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ സ്റ്റിൽ ആ ക്രോസ് അല്ല, ആ ഒരു ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. അത് കണ്ട താഴെ മൂൺ പോലെ. ഞാൻ ആദ്യമായിട്ട് ഇതൊരു സ്ട്രക്ചർ കാണുന്നത്. അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പക്ഷേ ഫീലിംഗ് ലൈക്ക് ഒരു ഹെവൻലി ഫീലിംഗ് അല്ലേ ഇതിൻ്റെ അകത്ത്. ഇറ്റ് ഇസ് സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പാലസ് നോക്ക്, അല്ല സോറി, ചേർച്ച് നോക്ക്. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഹൈറ്റ്. യു ഹാവ് ടു റിമെമ്പർ ഈ സെയിം സ്ട്രക്ചർ ആയിരുന്നു 1000 വർഷം മുമ്പ് നിൽക്കുന്നത്. അന്നത്തെ കാലത്ത് പണിത്. ബ്യൂട്ടിഫുൾ.
അതെനിക്കൊന്ന് ജീസസും വെർജിൻ മേരിയാന്ന് തോന്നുന്നു. ക്യൂട്ട് നോ? നല്ല രസമില്ലേ? അയ്യോടാ. ഈ സ്റ്റോൺ വർക്കൊക്കെ കുറച്ച് വർക്കൊക്കെ മുകളിൽ ഇപ്പോഴും ഉണ്ട് പ്രിയ. ജീസസ് ഒക്കെയാന്ന് തോന്നുന്നു. ഹൗ റഷ്യ ഈസ് പ്രിസർവിംഗ് ദ ഹിസ്റ്ററി അല്ലേ? They're spending billions of money to preserve their history. And ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് അറിയോ, ഇവിടുത്തെ പിള്ളേർ ഓൾസോ, ഐ മീൻ ഇവിടുത്തെ കുട്ടികളൊക്കെ കമ്മിങ് ആൻഡ് ഒബ്സർവിങ് ഓൾ ദിസ്. ദേ ആർ നോട്ട് ഡിസ്കണക്റ്റഡ്, ദേ വിൽ ഓൾവേസ് റിമെമ്പർ റഷ്യ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ആ പഴയ ആ ഒരു 100,000 വർഷം പഴക്കമുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു റിലീജിയസ് റെലിക് ആയിരിക്കും. സ്റ്റോൺ ആയിരിക്കും. യാ, ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് എന്താന്ന്? ഇതെനിക്കൊന്ന് അന്നത്തെ കാലത്ത് എഴുതുന്ന സംഭവം ഒന്നുമല്ലായിരിക്കും. പക്ഷെ ഒരു കാര്യം അറിയോ, ഒരു കാര്യം അറിയോ, അന്നത്തെ കാലത്ത് റിലീജിയൻ ആയിരുന്നു ഗവൺമെന്റിനെക്കാട്ടി പവർഫുൾ. ചേർച്ചസ്, എസ്പെഷ്യലി ഇങ്ങനത്തെ വെസ്റ്റേൺ യൂറോപ്യൻ കൺട്രീസിൽ. മ്യൂസിക്കും കൂടെ വരുമ്പോൾ എന്തൊരു ഫീലാ. ഭയങ്കര ഫീലല്ലേ? നിങ്ങൾ ഇപ്പോഴും മറക്കരുത്, നമ്മുടെ ബാഗിൽ ഇപ്പോഴും തൂക്കി കിടക്കുന്നുണ്ട്. ഇത് കഴിയാറായി, പക്ഷെ ഹീൽ നമുക്ക് 1 മാസത്തേക്കുള്ള സാധനമൊക്കെ തന്നിട്ടുണ്ട്. സാനിറ്റൈസർ മറക്കാതെ ഉപയോഗിക്കുക. അവിടെ ഞാൻ പറഞ്ഞ പോലെ 4-5 വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ഈ എസ്പെഷ്യലി ഈ ഒരു ക്ലിപ്പിംഗ്സ് ഭയങ്കര സൗകര്യമല്ലേ പ്രിയ? അതെ, വേദുവിനും വേണമെന്ന്. എന്നാ വേദു? ഇത് കേരള ബ്ലാസ്റ്റേഴ്സിന് ലിമിറ്റഡ് എഡീഷൻ ആണ് ഹീലിന്റെ ഈ ഒരു സാധനം. നല്ല മണമാണ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ OHF 30 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിച്ച് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ 30% ഓഫ് കിട്ടും. സാനിറ്റൈസേഴ്സ് ആൻഡ് സപ്ലിമെന്റ്സ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. ആൻഡ് ഇനി അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാം കേട്ടോ. മതി, വേദുവിന്റെ മണം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കും. മതി, പിടിച്ചോ. ബാക്കിൽ നല്ല വ്യൂ പോയിന്റ് ഉണ്ട്, അതൊന്ന് കണ്ടിട്ട് നമുക്ക് പോവാം. നൈസ് നോ? പഴയ ഒരു റഷ്യയുടെ ഒരു ഇമേജ് കിട്ടാനായിട്ടേ, ബിൽഡിങ്സ് ഒന്നും ഇല്ലാതെ. ഇവിടെ നിന്നാ മതി, അമ്മ നോക്കിട്ട് വരാം. പ്രിയ, can you believe it's a church complex? അല്ലേ? എന്താണിത്? ഹോസ് അതിൻ്റെ അകത്ത്, അവിടെ ഫൗണ്ടൻസ്, പ്ലേ ഗ്രൗണ്ട്, എവ്രിവെയർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഏറ്റവും കൂടുതൽ ഇരിക്കാൻ സ്ഥലങ്ങളുള്ളത് റഷ്യയിലാണ് അല്ലേ? നമ്മൾ ബാക്കിയുള്ള അടുത്തൊക്കെ പോകുമ്പോൾ ഡാഡിയൊക്കെ ടയർഡാകുമ്പോൾ ഇരിക്കാൻ സ്ഥലമില്ലല്ലോ. ഓ പ്രിയ, ഇതാണ് അസംഷൻ കത്തീഡ്രൽ. ഞാൻ പറഞ്ഞു തെറ്റിപ്പോയി. ഇതിൻ്റെ അകത്താണ് നല്ല പെയിന്റിങ്സും അതൊക്കെ ഉള്ളതെന്ന് ഞാൻ കേട്ടത്. മറ്റേത് വൈറ്റ് സ്റ്റോൺ വെച്ച് അതിൻ്റെ ആ ഭംഗി അതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിരിക്കും. അതിൻ്റെ അകത്ത് ഒന്നും പെയിന്റിങ് അങ്ങനെ ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്താണ്. ആൻഡ് ഇത് ആക്ച്വലി വാസ് എ മെയിൻ കത്തീഡ്രൽ ഓഫ് റഷ്യ ബിഫോർ മോസ്കോ ബിക്കം ദ ക്യാപിറ്റൽ. മോസ്കോ എനിക്കൊന്ന് ക്യാപിറ്റലായത് 15th സെഞ്ചുറിയിലെങ്ങാണ്ടാണ് റഷ്യയുടെ. അതിന് മുമ്പ് വ്ളാഡിമർ ആയിരുന്നു. അപ്പോൾ കൺട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ചേർച്ചിലാണ് നമ്മൾ കയറാൻ പോകുന്നത്. ആൻഡ് വൺസ് അഗെയിൻ വി ആർ സോ പ്രൗഡ് ആൻഡ് ഹാപ്പി ടു വിസിറ്റ് ഓൾ ദീസ് പ്ലേസസ്. ഒരു രാജ്യത്തിൻ്റെ മെയിൻ പള്ളിയിലൊക്കെ വന്ന് വിസിറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ ഇപ്പോൾ നമ്മുടെ ശബരിമലയൊക്കെ പോലെ തന്നെ ആയിരിക്കും ഇത്. അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള സ്ഥലം, അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ, സോ ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇത് സംഭവമായിരിക്കുമല്ലോ പ്രിയ. ഒബ്വിയസ്ലി ഇത് മെയിൻ ചേർച്ച് ഓഫ് റഷ്യ ആയിരുന്നല്ലോ. സോ അതുപോലെ ആയിരിക്കും ഇതിൻ്റെ വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത്. വെളിയിൽ നിന്ന് കാണാൻ തന്നെ ഭയങ്കര ഗ്രാൻഡാണ്. ഉണ്ട്, പക്ഷെ ഇത്രയും എനിക്ക് നമ്മുടെ എല്ലാം പുതിയ ചേർച്ചസ് അല്ലേ കൂടുതൽ. അത് കാരണം നമ്മുടെ ഒരു അതല്ലാതെ ഇവിടെ അല്ല, നാട്ടിലല്ലല്ലോ. ഒറിജിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി ഒക്കെ ഈ യൂറോപ്പിലല്ലേ. അതുകൊണ്ടായിരിക്കും ഇത്രയും പഴയ ചേർച്ചസും ഇത്രയും വെൽത്ത് ഒക്കെ ഉപയോഗിച്ച് അവർ ചെയ്തിരിക്കുന്നത്. പ്രിയ, എങ്ങനെ ഉണ്ടായിരുന്നു? ദ ഒൺലി ചേർച്ച്, ഐ മീൻ അവിടെ വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്ത, പക്ഷെ ഇറ്റ് വാസ് ദ ബെസ്റ്റ് ചേർച്ച് എവർ അല്ലേ? എന്തൊരു ഭംഗിയായിരുന്നു. ഇതിനകത്ത് കഷ്ടമായി പോയി കാണാൻ പറ്റിയില്ല, കാണിക്കാൻ പറ്റിയില്ല അല്ലേ? ഫുൾ വർക്കാണ്, എവിടെ നോക്കിയാലും വർക്കാണ്. ഇറ്റ് ഈസ് ഓൾ ഗോൾഡൻ ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് candles and musicum, prayers. It was beautiful. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇവിടെ റഷ്യ വന്നു കഴിഞ്ഞാൽ അതെ, റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ പ്ലീസ് കം ആൻഡ് പ്ലീസ് വിസിറ്റ് ദിസ് ചേർച്ച്. നിങ്ങൾക്ക് തന്നെ ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്തേ പറ്റൂ, കാരണം അത്രയും ഭംഗിയാണ്. പ്രിയ, അതെ, ബാങ്കാണ് ആ ബിൽഡിംഗ്. ഇറ്റ്സ് നോട്ട് എ മ്യൂസിയം ഓർ സംതിങ്. എങ്ങനെ നമ്മൾ അക്കൗണ്ട് തുടങ്ങാതിരിക്കും? അക്കൗണ്ട് തുടങ്ങാൻ തോന്നില്ലേ? വെറുതെ ഡെയിലി ബാങ്കിൽ പോകാൻ തോന്നും ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. ഓ
ആ സ്റ്റാർബക്സ് കഫേ അല്ലെങ്കിൽ ഒരു പഴയ ഒരു മ്യൂസിയോ ആ ഒരു ലുക്ക് അല്ലേ. സച്ച് എ പ്രിറ്റി പ്ലേസ്. ആ പ്രിയ അവിടെ മെക്ഡോണൾഡ്സും KFC ഉണ്ട്. ഫ്ലവേഴ്സ് അത് ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലായിടത്തും ഫ്ലവേഴ്സ് ആണെന്ന് പറഞ്ഞു. അതെ, നമ്മൾ ലഞ്ചൊന്നും കഴിച്ചിട്ടില്ല, നമ്മൾ രാവിലെ ഇറങ്ങിയല്ലേ. നമുക്ക് ഇവിടെ പിന്നെ ലോക്കൽ റെസ്റ്റോറൻറ്റ്സും തപ്പാൻ പാടാണ്. മെക്ഡോണൾഡ്സ് കയറി അറ്റ്ലീസ്റ്റ് കോഫി കുടിച്ചാലോ. ആ സമയമായല്ലോ. പ്രിയ ഇവിടെ അകത്തിരിക്കാം. അപ്പൊ ഇനിയിപ്പോ തപ്പിപ്പോണ്ടല്ലോ. ഇവിടുന്ന് കഴിച്ചിട്ട് രാത്രി എന്തായാലും നല്ലൊരു ഡൈനിങ് എക്സ്പീരിയൻസ്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് എവിടെയെങ്കിലും തപ്പിപ്പോവാം. ഇനി ഇവിടെ മാത്രമാണോ എന്നാ ഇവിടെ പുറത്തിരിക്കാം എവിടെയെങ്കിലും. ഞാൻ ഫുഡ് വാങ്ങിക്കൊണ്ട് വരാം. ഓക്കെ, AC അകത്ത്. പക്ഷെ സ്ഥലം ഫുള്ളാന്ന് തോന്നുന്നു. നോക്കാം. പ്രിയ ജങ്ക് ഫുഡിന്റെ എന്ത് ചെയ്യാൻ വേറെ ഓപ്ഷൻ ഇല്ല. പെട്ടെന്ന് വിശന്നപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ. റെസ്റ്റോറൻറ്റ് തപ്പി പോകാൻ പറ്റില്ല. എന്തൊക്കെയാണെന്നറിയോ? KFCയുടെ ബക്കറ്റ്. ഇത് ഇവിടെ ബക്കറ്റ് ഇങ്ങനെയാണ് വരുന്നത്. സ്ട്രിപ്സ് വരും, വിങ്സ് വരും, ലെഗ് പീസ് വരും, നല്ല ഫ്രഞ്ച് ഫ്രൈസ്, പിന്നെ ബോക്സ് മാസ്റ്റർ. ഭയങ്കര ടേസ്റ്റാണ് ഇത്. ബോക്സ് മാസ്റ്റർ വിത്ത് സം ബിഗ് പീസ് ഓഫ് ചീസ്. അതല്ലാതെ ഇവരുടെ ഒരു ചീസ് സോസ് ഉണ്ട്. കണ്ട, ഒരു മെൽറ്റഡ് ചീസ് ആയിരിക്കും. അപ്പോൾ ചിക്കൻ ആ ചീസിൽ മുക്കി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കിറ്റ്കാറ്റിൻ്റെ ഐസ്ക്രീം. പ്രിയ കിറ്റ്കാറ്റിൻ്റെ ഐസ്ക്രീം ഞാൻ കഴിക്കുന്നൊന്നും കാണിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ ഇറിറ്റേറ്റഡ് ആവും. പിന്നെന്താ, ഒരു സാധനം കൂടി ഉണ്ട്. ഇത് പ്രിയയ്ക്ക് ചെറി പയ്യ, ചെറി ക്രീം പൈ. ഇല്ല ഇതൊന്നും പൈ നാട്ടിലേക്ക് കിട്ടില്ല. ഇറ്റ്സ് സോ ടേസ്റ്റി. KFC എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ചിക്കൻ പീസ് ഇതുവരെ കഴിച്ചില്ലല്ലോ. എന്തൊരു ടേസ്റ്റ് അല്ലേ. നമുക്ക് ഈ ചീസ് സോസിലും കൂടെ ഒന്ന് മുക്കി നോക്കട്ടെ. നല്ല ചൂട് ചിക്കൻ പീസ് ലെഗാണ്. എക്സ്ട്രീംലി ടേസ്റ്റി. ഈ സംഭവം കൂടെ വന്നു കഴിയുമ്പോൾ വേറെ ലെവലാണ്. 6 ടൈപ്പ് സോസും കണ്ട ഇവിടെ KFCയുടെ കൂടെ നമുക്ക് കിട്ടുന്നത്. സോ ടേസ്റ്റി. ദിസ് ഇസ് സോ ടേസ്റ്റി. നല്ല വലിയ ചിക്കൻ പീസ് ലെഗും ആണ്. ഈ ചിക്കൻ വിങ്സും ഉണ്ട്. ചിക്കൻ വിങ്സും ഈ ഒരു ചീസ് സോസിൽ മുക്കിക്കഴിഞ്ഞാൽ സംഭവം നല്ല സ്പൈസിയാണ്. റഷ്യയിൽ ഇത്ര സ്പൈസി ഫുഡ് കഴിക്കാൻ ഞാൻ വിചാരിച്ചില്ല. ദിസ് ഈസ് സോ ഗുഡ്, സോ ഗുഡ്. ഞാൻ വീണ്ടും പറയാം, പ്ലീസ് നിങ്ങളിത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ബട്ട് ഇറ്റ് ഈസ് സോ ഗുഡ്. വാട്ട് ടു ഡു. ഞാൻ ആക്ച്വലി പണ്ടൊക്കെ വിചാരിച്ചില്ല കേട്ടോ അങ്ങനെ ഇന്ത്യയിൽ വേറെ ക്വാളിറ്റി, വെളിയിൽ വേറെ ക്വാളിറ്റിയാണ്. എസ്പെഷ്യലി ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ചെയിൻസ് എല്ലായിടത്തും ഒരുപോലെ അല്ലേ. മെക്ഡോണൾഡ്സ് ഒന്നും ഇന്ത്യയിലെ യു കാണ്ട് ഈവൻ കമ്പയർ. ഇറ്റ്സ് ദാറ്റ് ഡിഫറെൻറ്റ് ആൻഡ് ബാഡ്. KFC ആണെങ്കിലും പിന്നെയും നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു ഫെമിലിയർ ടേസ്റ്റ് ആണ്. പക്ഷെ എന്നാലും എബ്രോഡ് വന്നു കഴിയുമ്പോൾ ദ ക്വാളിറ്റി ഇസ് സോ മച്ച് ബെറ്റർ. ബോക്സ് മാസ്റ്റർ പ്രൈസ് ഈ ഒരു ബ്രെഡ് എന്ന് പറഞ്ഞാൽ റാപ്പിൻ്റെ ക്വാളിറ്റി ആണ് സോ മച്ച് ബെറ്റർ. പക്ഷെ ഇതിൻ്റെ അകത്ത് കുറേ വെജിറ്റബിൾസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഹാഷ് ബ്രൗൺ ഉണ്ട്, ചീസ് ഉണ്ട്, മയണീസ് ഉണ്ട്. എങ്ങനെയുണ്ട് പ്രിയ? ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടും. പ്രിയ കിറ്റ്കാറ്റ് ഐസ്ക്രീം. പ്രിയ അതിൻ്റെ മുകളിൽ കിറ്റ്കാറ്റും ക്യാരമലൊക്കെയാണ്. വേണ്ടത് ഞാൻ മൊത്തം കഴിക്കുവാണ്. യു ഹാവ് എ ചെറി പൈനോ? ഓ നോക്കട്ടെ. ഒരു വെനില സോഫ്റ്റി ഐസ്ക്രീം ഒക്കെ ഇല്ലേ, ആ ഒരു ഫ്ലേവറിൽ കുറേ കിറ്റ്കാറ്റിൻ്റെ ബിറ്റ്സും ക്യാരമൽസും പിന്നെ എന്തൊക്കെയോ കുറച്ച് ക്രഞ്ചും കിട്ടുന്നുണ്ട്. അടിപൊളി. ഇതിനൊക്കെ കാട്ടി സന്തോഷം അകത്ത് ഇരുന്ന് കഴിക്കാൻ പറ്റിയതാണ്. പിന്നെ കുറച്ച് കൂടിപ്പോയി തോന്നുന്നല്ലേ ഫുഡ്. നടക്കാൻ വയ്യ. അതെ, നമ്മളിപ്പം KFC ഇറങ്ങിയിട്ട് നമ്മൾ നടക്കുന്നത് ഗോൾഡൻ ഗേറ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇത് ഫോർട്രസ് ആണ്. അതാണ്. ഇവിടെ 7 ഗേറ്റ് ഉണ്ടായിരുന്നു. വ്ളാഡിമർ അറിയാലോ, ക്യാപിറ്റലായിരുന്നു റഷ്യയുടെ. അപ്പോൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് 7 ഗേറ്റ് ഉണ്ടായിരുന്നു. അതിലിപ്പോൾ ഒരെണ്ണമുള്ളൂ ബാക്കി. അത് കാണാനാണ് പോകുന്നത്. മെയിൻ കാഴ്ചയാണ്. അതല്ല നമ്മൾ നടന്നു പോകുന്ന സ്ട്രീറ്റ് ഞാൻ ഫുൾ കാണിച്ചു തരാം. മോസ്കോവ സ്ട്രീറ്റ്, ബോൾഷായ മോസ്കോവ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ട്രീറ്റാണ് ഇവിടുത്തെ മെയിൻ സ്ട്രീറ്റാണ്. നിങ്ങൾ ആ സ്ട്രീറ്റിൽ മാത്രം, സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടൽ എടുത്തു കഴിഞ്ഞാൽ
റെസ്റ്റോറൻറ്റ്സും ഈ ഞങ്ങൾ പറഞ്ഞ പള്ളികളും ഈ ഒരു ഗോൾഡൻ ഗേറ്റും എല്ലാം വാക്കബിൾ ഡിസ്റ്റൻസ് ആണ്. ജസ്റ്റ് 1 day in Vladimir, 2 days in Suzdal, more than enough. ശരിക്കും ഒരു ഡിഫറെൻറ്റ് റഷ്യൻ എക്സ്പീരിയൻസ് കിട്ടും. പ്രിയ, ചെടിയൊക്കെ വളർത്തുന്ന നോക്കി, ഈ റോഡിൽ എന്തിനാണ് ഈ ചെടിച്ചട്ടിക്ക് ഇത്രയും ഭംഗി? അത് പറഞ്ഞ റഷ്യക്ക് എന്തിനാണ് എല്ലാത്തിനും ഇങ്ങനെ ഭംഗി കൊടുക്കുന്നത്? ഇത് നോക്ക്, ചെടിച്ചട്ടി അത് വെച്ചിരിക്കുന്നത് തന്നെ എന്തൊരു വലിയ ചെടിച്ചട്ടിയല്ലേ? ആ, അതും എൻ്റെ പൂവിന്റെ ഭംഗി പോട്ടെ, ആ ചെടി ചട്ടിയുടെ ഭംഗിയോ ഇവിടുന്ന് അങ്ങനെ നിരന്നുണ്ട് ചെട്ടി. ഫുൾ ഈ റോഡ് മൊത്തം അങ്ങനെ തന്നെയാണ്. കണ്ട, ഇവിടുന്ന് അങ്ങോട്ടാ. എന്തൊരു സിമിട്രിയാന്ന് നോക്ക്. അത് മാത്രമല്ല, വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ? ഇവിടെ ബിൽഡിങ്സിൻ്റെ ഇടയിലൊന്നും ഒട്ടും ഗ്യാപ്പില്ല. എല്ലാ ബിൽഡിങ്സും അടുപ്പിച്ചടുപ്പിച്ചാണ് അത് ചെയ്യുന്നത്. അങ്ങനെ ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. സാധാരണ കുറച്ച് ഗ്യാപ്പ് കാണുമല്ലോ, അല്ലേ പ്രിയ? ബിൽഡിങ്സ് കണ്ടോ, ഒട്ടും ഗ്യാപ്പ് ഇല്ല, അടുപ്പിച്ചടുപ്പിച്ചാണ് ബിൽഡിങ്സ്. അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ആ ഗേറ്റ്, 1200 years old ഗേറ്റ്, ഗോൾഡൻ ഗേറ്റ്. ഇങ്ങനത്തെ 7 ഗേറ്റ്സ് ആയിരുന്നു ഉള്ളത്. ഇപ്പം ആകെക്കൂടെ ഒറ്റ ഗേറ്റേ ഉള്ളൂ. ഇങ്ങനത്തെ 7 ഗേറ്റ് ആയിരുന്നു ഫുൾ വ്ളാഡിമർ ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പം ഒറ്റ ഒരു ഗേറ്റേ ഉള്ളൂ. പക്ഷേ ഈ റഷ്യയുടെ ഒക്കെ ചരിത്രം തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു ഗേറ്റിനെ കുറിച്ചായിരിക്കും ഇവിടുത്തെ പിള്ളേരും എല്ലാവരും പഠിക്കുന്നത്. കാരണം അത്രയും സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ഗേറ്റ്. ആൻഡ് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് വേണമെങ്കിൽ നടക്കാം. അവർ പറയുന്നത് റഷ്യനെ പ്രൊട്ടക്റ്റ് ചെയ്ത ഈ ഗേറ്റ് ഇതിൻ്റെ അകത്തൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മളെയും പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഏർബൻ മിത്തുണ്ട്. നമുക്ക് നടന്നാലോ? ചരിത്രത്തിൽ കൂടെ നമുക്കൊന്ന് നടക്കാം. ഇത് വീണ്ടും വൈഡ് ലെൻസിലേക്ക് ഇട്ടുവാണ്. ചരിത്രം, നമ്മൾ ചരിത്രത്തിൽ കൂടെ നടക്കാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഫീലിങ്ങും ഇമാജിനേഷനുമാണ്. ഇതിൻ്റെ അകത്തൊക്കെ അന്നത്തെ കാലത്തൊക്കെ ഇതിൻ്റെ അകത്തും ഇതിൻ്റെ സൈഡിലൊക്കെ നിന്ന ഭടന്മാരൊക്കെ എന്തായിരിക്കും ആലോചിച്ച്. 1000 വർഷം മുമ്പ് എങ്ങനെ അവർക്ക് പണിത് കാണും, ക്രെയിൻ ഒന്നും ഇല്ലാതെ. എന്ത് ഹൈറ്റായത്! ആൻഡ് അതിലും ആ ഒരു ഡീറ്റെയിൽസും ഭംഗിയും. വെറുതെ ഒരു മതിൽ പണിതിട്ട് ഇരിക്കുമല്ല, അതിന് ഇപ്പോഴും അത് നിലനിൽക്കുന്നുണ്ടല്ലോ. അപ്പം അതിൻ്റെ ക്വാളിറ്റി അറിയാലോ. അങ്ങനെ ഇതിൻ്റെ അകത്തൂടെ നടക്കട്ടെ. 1000 വർഷം പഴക്കമുള്ള ഗേറ്റിൻ്റെ അകത്തൂടെ നടക്കാൻ പറ്റിയ, അല്ലെങ്കിൽ നടക്കാൻ ഭാഗ്യം കിട്ടിയ OHS. നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഫീല് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വെറുതെ കണ്ട് ആസ്വദിക്കുന്നത് മാത്രമല്ലാതെ യു ഗൈസ് ഹാവ് ടു ബി ട്രാൻസ്പോർട്ടഡ് ഹിയർ. നിങ്ങളും ഇവിടെ ഉണ്ടെന്നുള്ളൊരു സങ്കല്പം വേണം. അതിനും കൂടെയാണ് നമ്മളിങ്ങനെയൊക്കെ ഓരോരോ ഷോട്ട്സ് എടുക്കുന്നത്. ഒരു അടിപൊളി സ്ഥലം കണ്ട് ഇതാണ്. വെറുതെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും കാണും, ഇത് അടിപൊളിയായിരിക്കും. നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത സംഭവമായിരിക്കും. എസ്പെഷ്യലി വേദുമ്പോൾ ഞാൻ കാണിച്ചു തരാം. പ്രിയ എങ്ങനെയുണ്ട്? റോയൽ മ്യൂസിക്കും ഇത് നോക്കിക്കേ. എല്ലാവരും ഹാപ്പി, കളിയും ബഹളവും. ഇത് കണ്ട, പെട്ടെന്ന് ഏത് വെള്ളം വരുന്നതെന്ന് അറിയാൻ പറ്റില്ല. അങ്ങനെയാണ്. കണ്ട, അടിപൊളിയല്ലേ? അത് കുഴപ്പമില്ല, അവൻ ഇറങ്ങിയ പോട്ടെ. നമുക്ക് ആ ടീഷർട്ട് വെച്ച് തോർക്കാം. കണ്ട, എല്ലാരും ഹാപ്പിയല്ലേ? ഒരാള് ഫിറ്റായിട്ട് അവിടെ ഡാൻസ് ചെയ്തു നോക്ക്. അങ്ങേരും ഹാപ്പി, ആർക്കും ഉപദ്രവമില്ല. കണ്ട, ആർക്കും ഉപദ്രവമില്ല. കണ്ണൊക്കെ അടച്ച ഡാൻസ് ചെയ്യുന്നത്. ഇതാണ് സമ്മേഴ്സ്, റഷ്യൻ സമ്മേഴ്സിലെ ഹാപ്പിനെസ്. അയ്യോ, അയ്യോ, വേദു വെറുതെയാണ്, ഭയങ്കര പേടിയാണ്. ആ, പൂള് ഭയങ്കര ധൈര്യ. ഇതില് വെള്ളം പോസി വരുന്നോണ്ട് ഭയങ്കര പേടിയാ. പേടിച്ചൊന്നും ഇവിടെ ഇരിക്കാൻ പറ്റില്ല. വാ, കണ്ട, എല്ലാരും ഓടുന്ന കണ്ട വേദു. എന്താ വെള്ള പേടി വേദു? എക്സൈറ്റഡാ, പേടിയൊന്നുമല്ല, ഭയങ്കര ഓവർ എക്സൈറ്റഡാ. ഞാനാണ് നനയുന്നത്. കളിക്കോ? വേണ്ട, ആ ചേട്ടൻ കൈ എടുക്കുന്ന കണ്ട.
നോക്ക് 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 കണ്ട കണ്ട ഇവിടെ കൈ കഴുക കൈ കഴുക കൈ കഴുക പേടിയാണ്. അയ്യോ വെള്ളം പോയി ഈ വെള്ളത്തിത്തോട്ട് ബാ. വേറെ കാര്യം പാട്ടനുസരിച്ചാണ് ഇവിടുത്തെ മ്യൂസിക്. രാത്രിയാകുമ്പോ ലൈറ്റ്സ് ഒക്കെ വരുമ്പോഴാ അയ്യോ എവ്രി വൺ ഇസ് ഹാപ്പി. വേദു ഹാപ്പി, നമ്മൾ ഹാപ്പി, റഷ്യ മൊത്തം ഹാപ്പി. വെള്ളമില്ലാത്ത സ്ഥലത്ത് കിടന്ന് എന്നിട്ട് നിലവിളിക്കും. ആ ഓ വേദു ഇപ്പൊ ആളുടെ പേരൊക്കെ മാറി ഫുൾ ഹാപ്പിയാണ്. ഫുൾ അവിടെ ഇറങ്ങാൻ പാടാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ്. ഇതൊക്കെയല്ലേ പിള്ളേർ എൻജോയ് ചെയ്യേണ്ടത്. കുട്ടികൾ ഇതൊക്കെയാണ് എൻജോയ് ചെയ്യേണ്ടത്. ഔട്ട്ഡോർസ് ബീങ് പ്ലേയിങ് ഇൻ വാട്ടർ. ചിലപ്പോൾ വീഴും, എത്ര പിള്ളേർ വീഴും, കാല് മുറിയും, അതൊന്നും ഒരു കാര്യമല്ല. ദേ ഹാവ് ടു. ഇതൊക്കെയാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. പിള്ളേർ റഷ്യനിലെ കുട്ടികൾക്ക് ഇതൊക്കെ ബ്ലെസ്ഡ് ആണ്. അവർ എപ്പോഴും ഔട്ട്ഡോർ ആണ്, എപ്പോഴും. ഒരു കൊച്ചു ഡൈപ്പറൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് അത്രയും ചെറുതാണ്. വീണാലും കുഴപ്പമൊന്നുമില്ല, വീഴും. പിള്ളേരാകുമ്പോ വീഴും, കുട്ടികളാകുമ്പോ വീഴും. അതൊന്നും ഇവിടെ ഒരു വിഷയമല്ല. എത്ര പേര് കാല് മുറിയും. അതൊന്നും ഒരു വിഷയമല്ല. അതെ ഹാപ്പി ബോയ് ആടാ. ഇതൊക്കെ കാണുമ്പോ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്കും ഈ ഒരു ചിരിയോടല്ലാതെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റില്ല. ഐ ആം 100% ഷുവർ. പ്രിയ ഇതൊക്കെ സംഭവിക്കുന്നത് just see the backdrop അല്ലേ? എന്തൊരു ഭംഗിയാ നോക്കാലോ. വേദ കളിച്ചോ? just see the backdrop. How what a beautiful place അല്ലേ? അതിലൂടെ ഇങ്ങനത്തെ കാര്യങ്ങളും ചേർച്ച്, പിന്നും പഴയ ചേർച്ച്, ഒരു തിയേറ്റർ, മ്യൂസിക്, ലൈറ്റ്സ്, പ്രാവ്, ആൾക്കാർക്ക് ഇരിക്കാൻ സൗകര്യം. ലൈഫ്, ഇതാണ് ലൈഫ് അല്ലേ ഇവരുടെ. അങ്ങനെ വേദു കുളിച്ച് ഹാപ്പി ആയി ഡ്രസ്സൊക്കെ മാറി. വാട്ട് എ ഫൺ ഡേ നോ വേദു. ഒരു ഹൈഫൈ. ഇനി ഒരു ഉമ്മയും കൂടെ. താങ്ക് യു. ഹാപ്പി ബോയ് അല്ലേ? ഭയങ്കര ഹാപ്പി അല്ലേ? ഐ ആം ഹാപ്പി. എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇന്നത്തെ ഈ വ്ളോഗ് കാണുന്നവർക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരിക്കും. ഞാൻ ഇന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് വാങ്ങാൻ പോവാം. ഒരു പടത്തിൽ ജഗദീനെ ഒരു കാറ് ലോറിയുടെ മേത്ത് വെച്ചിട്ട് ഇങ്ങനെ രാജാവിനെ പോലെ കണ്ട ഓർമ്മയുണ്ടോ? ദിലീപിന്റെ പടമാണ് കൊച്ചി മഹാരാജ. അങ്ങനെ ആ ഒരു ഫീലില്ലേ? നല്ലതല്ലേ? വൈകുന്നേര സമയം 8:30. ഓപ്പോസിറ്റ് തന്നെ ഇങ്ങനെ ഒരു സ്ട്രീറ്റ് കണ്ടു. ഇറ്റ്സ് ലുക്കിംഗ് സോ നൈസ്. എസ്പെഷ്യലി ഒരു ട്വൈലൈറ്റിൽ അല്ലെങ്കിൽ ഒരു ഈ സന്ധ്യ സമയത്ത് ഭയങ്കര രസമാണ് ഇതിൽ കൂടെ നടക്കാനൊക്കെ. ഇവിടെ എന്താ ഉള്ളത്, എന്തൊക്കെയാണെന്ന് നോക്കട്ടെ. എനിക്കൊന്ന് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഒക്കെ കാണാൻ സാധ്യതയുണ്ട്. പക്ഷെ വിശക്കുന്നില്ല അല്ലേ? എന്ത് രസം നോക്ക് പ്രിയ. നൈസ് നോ? ബിൽഡിങ്സ് ഒക്കെ നോക്ക്. ഫുള്ളി പേസ്റ്റൽ കളേഴ്സും ഇങ്ങനത്തെ ഒരു സ്ട്രീറ്റ്സും ഇതിനിടയ്ക്ക് ഫ്ലവേഴ്സ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. വാവ്. ഇത് നോക്ക് പ്രിയ. വാട്ട് ഈസ് ദിസ്? പെർഫ്യൂം വിൽക്കുന്ന ആളാണോ? എന്തെങ്കിലുമൊക്കെ കാണും. നമുക്ക് എല്ലാം ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. വെയിറ്റ് ഉണ്ട്. എന്തോ 2 ബോട്ടിൽസ്. വല്ല പെർഫ്യൂം മാസ്റ്റർ ആയിരിക്കും അല്ലേ? ഇതിന്റെ ഇടയിൽ കൂടെ ഒക്കെ നോക്കിയാലും ഒരു ചേർച്ച്. അവിടെ നോക്കൂ. എനിക്ക് ഉറപ്പാണ് ആൾക്കാർ റഷ്യ എന്ന് വിചാരിക്കുമ്പോൾ ഇതായിരിക്കില്ല ഇമാജിൻ ചെയ്തത്. റൂഡ് പീപ്പിളും അങ്ങനെ അത്രയും ക്ലീൻ അല്ലാത്തതും അല്ലെങ്കിൽ അങ്ങനെ അടിപൊളി അല്ലാത്തതും. പക്ഷെ ഇത് അമേരിക്കയിലൊക്കെ കാട്ടി വെട്ടിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു അങ്ങനെയാ. കാരണം ഹിസ്റ്ററി, ചരിത്രം, ഹെറിറ്റേജ് എല്ലാം കൂടെ ഒരുമിച്ച് വന്നതാണ്. പ്ലസ് റഷ്യ ഉണ്ടാക്കിയ റഷ്യൻസ് ആണല്ലോ, അമേരിക്ക ഉണ്ടാക്കിയ അമേരിക്കൻസ് അല്ലല്ലോ, ഇമിഗ്രൻസ് അല്ലേ. ഓ പ്രിയ, എനിക്ക് പ്രിയ പാട്ടൊക്കെ പാടാൻ തോന്നുന്നു. ഞാൻ ഒരു പാട്ടുകാരനായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു പാട്ട് കേട്ടാനെ നിങ്ങൾ.
ഇത് നോക്ക്, നന്നായി പാട്ടുകാരനാ. ഇടയ്ക്കിടയ്ക്ക് പാട്ട് വന്നത്. ഗിറ്റാർ. ആൻഡ് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ കഫേ ആൻഡ് അതിന്റെ ഓപ്പോസിറ്റ് നോക്ക്. എനിക്കിപ്പോ കോഫി കുടിക്കാൻ തോന്നുന്നുണ്ട്. 8:30 ഈ ഒരു വ്യൂവിലിരുന്ന് എന്ത് എൻജോയ് ചെയ്യാൻ നോക്ക്. എന്താന്നറിയില്ല, എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നിട്ട് ഞാൻ 8:30 കോഫി കുടിക്കുന്നത്. അത് നമ്മൾ ലഞ്ച് കഴിക്കുന്നത് 4:30-5 മണി. നാട്ടിലത്തെ ടൈം ഇപ്പൊ എത്രയാ? 11 മണിയായി. പക്ഷെ എന്താ ഇപ്പൊ എനിക്ക് കോഫി കുടിക്കാൻ തോന്നുന്നത്? ഇപ്പോഴാണ് ആ സന്ധ്യാസമയം ഇരുട്ടുന്നത്, അതുകൊണ്ടാണ് എനിക്ക് കോഫി കുടിക്കാൻ തോന്നുന്നത്. പ്രിയ, ഞാൻ ഒരു കാര്യം പറയട്ടെ. സാധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളായിരിക്കും ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഉറപ്പാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. റഷ്യ മൊത്തം അങ്ങനെയായിരിക്കും. എന്നോട് കുറേ പേര് പറഞ്ഞു, നിങ്ങൾ അധികം ഒന്നും ഞങ്ങൾക്ക് കാണണ്ട, ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് കണ്ടുകൊണ്ട് സംസാരിച്ചാൽ മതിയെന്ന് അതൊക്കെ ചോദിച്ചു. അതെ, ഞാൻ പറഞ്ഞില്ലേ വ്ളാഡിമിർ ഇതോട്ട് സ്ഥലം കാണിച്ച് സഞ്ചാരം പോലെ പോവല്ലേ. ഇങ്ങനെ ലൈവായിട്ട് ചെയ്യുന്നത് നമുക്ക് വളരെ എളുപ്പമാണ്. കുറേ വീഡിയോ എടുത്തിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നത്. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു യാത്ര ചെയ്യുന്ന ഒരു ഫീലിംഗ് കിട്ടില്ല. നമ്മൾ മാക്സിമം ഒരു മിക്സ് ഓഫ് സൈറ്റ്സും നമ്മളെയും ഒരു നിങ്ങൾ നമ്മുടെ ഒരാളായിട്ട് ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാനുള്ള രീതിയിലാണ് ഞങ്ങൾ ഓരോ വ്ളോഗ്സ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും. ഹോപ്പ്ഫുള്ളി അത് ഒരുപാട് പേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടില്ലായിരിക്കും, കുറേ പേർക്കെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ വ്ളാഡിമിർ ഞാൻ പറഞ്ഞില്ലേ വെരി ഫേമസ് ഫോർ ആർട്സ് ആൻഡ് സയൻസ് ആർട്ടിസ്റ്റിന് ഭയങ്കര ഫേമസ് ആണ്. ഇത് വേൾഡ് ഫേമസ് ആർട്ട് സ്കൂള് വ്ളാഡിമിറിലാണ്. ഇറ്റ് ഈസ് കോൾഡ് ആസ് വ്ളാഡിമിർ സ്കൂൾ ഓഫ് ആർട്സ്. ആൻഡ് ഇത് ഇവിടുത്തെ ഫേമസ് ആർട്ടിസ്റ്റിനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തും ഓണർ ചെയ്തുമാണ്. ഇവിടെ ആയിരുന്നു പണ്ട് ആർട്ടിസ്റ്റൊക്കെ വന്നിരുന്ന് വരച്ചുകൊണ്ടിരുന്നത്. അന്നേ ആ ചേർച്ച് ഉണ്ടല്ലോ. ആൻഡ് ഇറ്റ് വാസ് എ വാൻറ്റേജ് പോയിന്റ്. അതൊക്കെ നോക്കിക്കൊണ്ടായിരിക്കും ഇതൊക്കെ വരച്ചു കാണും. എങ്ങനെയായിരിക്കും പ്രിയ ഒരു 700-800 ഇയേഴ്സ് ബാക്ക് ഈ ഏരിയ ഒക്കെ? ആർക്കറിയാം. എന്ത് ഭംഗിയാണ്. അത് നോക്ക്, മുകളിൽ ഒരാൾ പാരഷൂട്ടിൽ പോന്നു. ഓ, അത് ഇത് കൂടെ കാണില്ല, ഗോപ്രോയിൽ കൂടെ കാണില്ലാന്ന് തോന്നുന്നു. എന്താ അയ്യടാ പാരഷൂട്ടില്. വാ പ്രിയ, ഒരു വാവ് ഇപ്പളേ പറഞ്ഞേക്ക്, പറ. കണ്ട, വീണ്ടും ബ്യൂട്ടിഫുൾ സിറ്റ് ഔട്ട്സ് ആൻഡ് സിറ്റിംഗ് ഏരിയാസ് ആൻഡ് എന്ത് പറയാനാ. ജസ്റ്റ് സീ ദിസ്. ഇതൊക്കെ നിങ്ങൾക്കൊന്ന് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് അറിയില്ല എനിക്ക്. അതെ, കണ്ട, ഇറ്റ് ഈസ് ദാറ്റ് പീസ്ഫുൾ, ദാറ്റ് കാം. വിന്ററിൽ ഇത് എങ്ങനെയായിരിക്കും? വിന്ററിൽ എങ്ങനെ നടക്കും എനിക്ക് മനസ്സിലാവാത്ത. ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ തെന്നി വീഴുന്ന ടൈമും ആശുപത്രിയിൽ ഏറ്റവും തിരക്കുള്ള ടൈമും ആണ് കേട്ടോ വിന്റർ. എപ്പോഴും പടപടയിന്ന് വീഴും, കറക്റ്റ് ഷൂസ് ഉണ്ടെങ്കിൽ തന്നെ. ഇവിടെ എന്തൊക്കെയോ പഴയ സാധനങ്ങളൊക്കെയാ വിൽക്കുന്നത് കേട്ടാ. എല്ലാ സ്ഥലത്തും കത്തി വെക്കുന്നുണ്ട്. ആ, കത്തിയും തോക്കും ഉണ്ട്. എന്താ അറിയില്ല. സൂപ്പർ പ്ലേസ്, സൂപ്പർ. പ്രിയ, ഇത് ഞാൻ തപ്പി വന്നില്ല. എൻ്റെ കൂടെ ഇവിടുത്തെ ഒരു റഷ്യൻ ലോക്കൽ പറഞ്ഞതാണ്. ഒരു പൈപ്പ് ഉണ്ട് വ്ളാഡിമിറിൽ, ഇപ്പോഴും വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കും. ഗൂഗിൾ മാപ്പിലില്ലാന്ന്. ആ, ഒരുപാട് ഗുഡ് ലക്ക് ഉണ്ട്. നമുക്ക് പമ്പ് ചെയ്താൽ ശരിക്കും അതിൽ നിന്ന് വെള്ളം വരും. ഇറ്റ് ഇസ് ഓൾസോ മോർ ദാൻ സം 800 ഇയേഴ്സ് ഓൾഡ് ഓർ സംതിങ്. ഇപ്പോഴും വർക്കിംഗ് ആണത്. നോക്ക്, ദിസ് ഇസ് കോൾഡ് ലക്ക് കേട്ടാ. നമ്മൾ ഗൂഗിൾ മാപ്പ് ഒന്നും ഇടാതല്ലേ വന്നേ. അതും പമ്പ് ചെയ്യണം, ഹാർഡാ. ആ, കണ്ട, നമുക്ക് കുടിക്കാം. നല്ല വെള്ളമാണത്. പണ്ടത്തെ ആൾക്കാർ കുടിച്ചോണ്ടിരുന്നതാ, തണുത്ത വെള്ളം. We are so lucky, പ്രിയ. ഓരോന്നോരോന്ന് ഇങ്ങനെ കണ്ടുപിടിക്കുന്ന കണ്ട. എനിക്കൊന്ന് ഇനി നമ്മൾ റഷ്യ വരാനുള്ള കാണിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ റഷ്യക്ക് നമ്മളെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെട്ട് കാണും. റഷ്യനെ ഭംഗിയായിട്ട് നമ്മൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് കാണിച്ചു കൊടുക്കുന്നില്ലേ. പ്രിയ, ഇതൊക്കെ ഇവിടുത്തെ ആർട്ടിനെ ഇൻസ്പയർ ചെയ്തിരിക്കുന്ന സാധനങ്ങളാണ് പ്രിയ. എന്തൊരു ക്രിയേറ്റിവിറ്റിയാന്ന് നോക്ക്. ഡിറ്റക്റ്റീവ് ആൻഡ് ദ വെൽ. നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്ക്. ഡിറ്റക്റ്റീവ് ആൻഡ് ദ വെൽ ഇൻ വ്ളാഡിമിർ. എന്താ അതിനെ കുറിച്ച് അറിയാൻ പറ്റുന്നത് നിങ്ങൾ നോക്ക്. താല്പര്യമുള്ളവര്. ഇരിക്കാനുള്ള സ്ഥലമല്ല, ഡിറ്റക്റ്റീവിന്റെ കൂടെ. ഒരു പഴയ റഷ്യൻ സൂവനിയർ സ്റ്റോറാണ്. പ്രിയനെ വെളിയിൽ നിർത്തിയിട്ട് കയറിപ്പോയിട്ടുണ്ട്. എല്ലാം പഴയ സാധനങ്ങളാണ്. എന്തെങ്കിലും വാങ്ങുമില്ലോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇതൊരു റഷ്യൻ ഫോക്ക് ഫീലിംഗ് ആണ് മൊത്തം. ഒരു എങ്ങനെയത് പറഞ്ഞറിയിക്കുക, ഒരു പിനോക്കിയോ. എല്ലായിടത്തും ഞാൻ പറഞ്ഞാൽ ഈ ഒരു ഫെയറി ടെയിൽ സ്റ്റോറി ബുക്ക് ആംബിയൻസ് ആണ്. നിങ്ങൾ ശരിക്കും ഒരു സ്റ്റോറി ബുക്കിൻ്റെ പേജ് ഇമാജിൻ ചെയ്താൽ അത് അമേരിക്ക അങ്ങനെ ആയിരിക്കില്ല, റഷ്യ ആയിരിക്കും അങ്ങനെ വരുന്നത്. ഒരു ചിൽഡ്രൻ സ്റ്റോറി ബുക്ക് അതുപോലെ കളർഫുൾ, ലൈവ്ലി, ക്ലീൻ, ഹ്യൂജ് എല്ലാം ആണ് റഷ്യ. പ്രിയ, ബാ. എന്താ മൈക്ക് കണക്റ്റഡ് അല്ല?
അകത്തെ ചോക്ലേറ്റ്സ് ഉണ്ടെന്ന് അന്നാ ഞാൻ വരാം. അത് പറയുന്നത് ഇതിൽ വരുന്ന എനിക്കറിയാം. അത് ഏതുവിനെ എടുക്ക്. വീണ്ടും നിങ്ങളൊരു ചിൽഡ്രൻസ് ബുക്കിന്റെ അകത്ത് കയറിയ ഫീലിംഗ് ഇല്ലേ? ആ കളേഴ്സും ആ ഒരു പഴയ ഒരു കഥകളിലൊക്കെ കാണുന്ന പോലത്തെ പോട്ട്സും ഇതുപോലത്തെ ഡോൾസും. നൈസ് നോ? സച്ച് എ ബ്യൂട്ടിഫുൾ. ഒരു ഭയങ്കര പ്രിറ്റിനെസ്സാ, എല്ലായിടത്തും പ്രിറ്റിനെസ് ആണ്. ഓ ഇതൊക്കെ നോക്ക് പ്രിയ, എന്താവോ കണ്ടുവച്ചിരിക്കുന്നത്. ഇത് ഇവിടുത്തെ ട്രെയിനിൽ, ഇത് കപ്പ് ഹോൾഡറാണ്. ട്രെയിനിൽ നമുക്കിത് വാങ്ങാൻ പറ്റും. അതിൻ്റെ അകത്ത് ഏത് ഗ്ലാസ് വേണമെങ്കിലും ഫിറ്റ് ചെയ്യാം. റഷ്യൻ കപ്പ് ഹോൾഡറാണ്, ഗ്ലാസ് ഹോൾഡർ എന്ന് പറയും. കാരണം ഈ ഗ്ലാസ് നമുക്ക് ഊരാം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രിയ ഇത് ഗ്ലാസ് ഹോൾഡറാണ്. ഇതിൻ്റെ അകത്ത് ഏത് ഗ്ലാസ് വേണമെങ്കിലും വെക്കാം, എന്നിട്ട് കുടിക്കാം. റഷ്യൻ ട്രെയിൻസിലൊക്കെ എങ്ങനെയാണ് തരുന്നത് ഡ്രിങ്ക്സ്. ബോഡി എന്താ എവിടെ ചോക്ലേറ്റ് എവിടെ പറ്റിച്ചാണ് എന്നെ? നോക്കട്ടെ. പറ്റിച്ചാണെങ്കിൽ പ്രിയക്കും ഇവിടെ ഒന്നും കിട്ടുന്നതായിരിക്കും. പഴയ ടൈപ്പ് ടി വി ഒക്കെ. ഓ ഓ സൂപ്പർ. എന്തെങ്കിലും ഒത്തൻറ്റിക് ചോക്ലേറ്റ് ഉണ്ടോ എന്ന് നോക്കട്ടെ. റഷ്യൻ ചോക്ലേറ്റ്സ്. ഇതിപ്പം എന്തെടുക്കണം എന്നൊരു ഐഡിയ ഇല്ല, കണ്ടിട്ട് ഒന്നും ഐഡിയ ഇല്ല. പക്ഷേ ഏതെങ്കിലും ഇതൊക്കെ പക്ഷെ ഒരു ഫുൾ ബാർ, അത്രയൊന്നും കഴിക്കാനൊരു ഇപ്പോൾ ഒരു മൂഡില്ല. ഡിന്നർ ടൈമായി. ഇത് ഒരു പ്രീമിയം സംഭവമുണ്ട്. പ്രീമിയം ഒന്നും വേണ്ട, സാധാരണ ഒരു ചോക്ലേറ്റ് ഏതെങ്കിലും നോക്കട്ടെ. നിങ്ങൾ ഏതെങ്കിലും ഏതെടുത്താനേ? ഇതൊന്നും വേണ്ട, ഇതൊക്കെ വലിയ വലിയ ബാസാണ്. ഇതൊക്കെ ഒരു പുതിയ ടൈപ്പ് ചോക്ലേറ്റ് ആണ്. ഏതെങ്കിലും പഴയ ടൈപ്പ് ചോക്ലേറ്റ് നോക്കണം. ആ ഇത് കളർഫുൾ ആയിട്ടുണ്ടല്ലോ, ഇത് ഒരെണ്ണം എടുക്കാം. കണ്ടേന്ന് പറഞ്ഞില്ലേ? ഏത് എനിക്ക് തോന്നുന്നില്ല. പിന്നെന്താ ഇത്? അതറിയില്ല. അത് വായിച്ചു നോക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കട്ടെ. ടൂത്ത് ഹോൾഡർ അതായിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ വേണോ? എടുക്ക. ഇത് സൈസാ നോക്ക്, 26 രൂപ ഇന്ത്യൻ റുപ്പീസ്. റഷ്യൻ കിറ്റ് കാറ്റ്. നൈസ് വേഫേഴ്സ്. അകത്ത് ചെറുതായിട്ട് ഹേസൽനട്ട് ക്രീം പോലത്തെ, വെളിയിൽ ഡാർക്ക് ചോക്ലേറ്റ്. വേണ്ടല്ലോ പ്രിയ? പ്രിയ, absolutely beautiful restaurant. You can sit inside and eat. കയറിയാലോ? ഫുള്ളാണെങ്കിലും വി ഹാവ് ടു ഗോ. ഒബ്ലോമോ തപ്പി വന്നാണ്. വ്ളാഡിമറിലെ നമ്പർ 1 റഷ്യൻ റെസ്റ്റോറൻ്റ് ആണ് ഫോർ ലോക്കൽ ഫുഡ്. കയറിയാലോ? ബാ. ഉണ്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ് ഒബ്ലോമോ. മുകളിൽ നിന്ന് കയറി നോക്കിയിട്ട് വന്നേ നല്ലതാണോ? ഞാഗൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. എന്തൊരു ഇൻറ്റീരിയേഴ്സാന്ന് നോക്ക്, ബ്യൂട്ടിഫുൾ നോ? ഇതാണ് ശരിക്കും ഞങ്ങൾ ഈ ട്രിപ്പിൽ മിസ് ചെയ്തത്, ഡൈനിങ് ഇൻ. റഷ്യ ഇസ് സ്റ്റിൽ സ്റ്റണ്ണിങ് അസ്. ഇതൊരു വില്ലേജിലെ ഒരു റെസ്റ്റോറൻ്റ് ആണ്, ഒരു ചെറിയ ടൗൺ. ഓക്കെ, വില്ലേജ് അല്ല ടൗൺ. ബട്ട് യു സീ ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. ഇതല്ല സംഭവം. ലെതർ കൗച്ചസ്, ഹൗ പ്രിറ്റി ഇറ്റ് ഇസ്, ഹൗ പ്രിറ്റി. ഇനിയിപ്പോൾ കാണിച്ചു തരാം. വേദുമോൻ ഇവിടെ കിടന്നുറങ്ങുന്നു. ഇതാണ് ഞങ്ങളുടെ സീറ്റിംഗ് ഏരിയ. ആൻഡ് വേറൊരാൾ ഹാപ്പി ആയിട്ട് ഇവിടെ ഇരിക്കുന്നു. എങ്ങനെയുണ്ട് പ്രിയ? ഹൗ ബ്യൂട്ടിഫുൾ എന്ന് പറയാം. ജസ്റ്റ് സീ ദിസ് ആൻഡ് ഇമാജിൻ. ഇവിടെയൊക്കെ രാവിലെയൊക്കെ ആകുമ്പോൾ നല്ല വെളിച്ചം വരും. ആൻഡ് സ്നോഫാൾ വരുമ്പോൾ ഇവിടുന്ന് സ്നോഫാൾ കാണാം പ്രിയ. ഹാവ് യു സീൻ സച്ച് എ ബിഗ് കൗച്ച്? കിടന്ന് റിലാക്സ് ചെയ്യാനാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. ആൻഡ് യു നോ ഇറ്റ്സ് നോട്ട് ദാറ്റ് എക്സ്പെൻസീവ്. ഐ മീൻ ഒരു 400 രൂപ 500 രൂപ. യാ, സോ അഫോർഡബിൾ. ഇറ്റ് ഇസ് സോ അഫോർഡബിൾ. ഞാൻ നോക്കിയപ്പോൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന എല്ലാ ഡിഷസും ബിലോ 500 ആണ്. ആ, ഇത്രയും നല്ല ആംബിയൻസ്. ഡിസേർട്സ് ഒക്കെ 250-300 റുപ്പീസ് അത്രേ ഉള്ളൂ. ഇറ്റ് ലുക്സ് ലൈക്ക് സം 1000-2000 റുപ്പീസ് ഡിസേർട്ടിന്. യാ, ലാം ഷെയ്ഡ്സ്. വേദുമോൻ ടയർഡായി കിടന്നുറങ്ങുന്നു, വെള്ളത്തിൽ കളിച്ച്. മൈ ഗോഡ്. പ്രിയ, ആർ യു ഇൻ ലവ് വിത്ത് റഷ്യ ഓർ നോ? My God, I absolutely love this. ഇതൊന്ന് വൈഡായിട്ട് കാണിച്ചു തരാം. ഭംഗി വൈഡായി ഇരുട്ടാവും, എന്നാലും ഒരു ഡൈനിങ് ഏരിയയുടെ ഒരു ഐഡിയ കിട്ടാൻ. കണ്ടോ, ബ്യൂട്ടിഫുൾ. ആദ്യമേ ബോഷ് എന്ന് പറഞ്ഞ സൂപ്പാണ് ട്രൈ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണാം, ഫുൾ
കണ്ട വെജിറ്റബിൾസും ആ ഒരു കളർ കാണുമ്പോൾ തന്നെ ഇറ്റ് ലുക്സ് സോ ഗുഡ്. ലുക്ക് അറ്റ് ദ ബീഫ്, ഹൗ ഡെലിഷ്യസ് ഇറ്റ് ലുക്സ്. വിത്ത് ബീഫ് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്ലാപ്പ് ചെയ്യണം. So much different than that supermarket soup. ബീഫിൻ്റെ ഒരു നൈസ് റിച്ച്നെസ് ഉണ്ട് ഇതിൽ. ഫുൾ വളരെ ലൈറ്റ് സൂപ്പ് ആണെങ്കിലും ആ ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ഏർത്തിനെസ്സും ആൻഡ് ആ ക്യാരറ്റ്സിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഒരു മീറ്റിനെസ് ആ ബീഫിൻ്റെയും കൂടെ കിട്ടുന്നുണ്ട്. ആക്ച്വലി വെരി ഹെൽത്തി. ബീഫും ബോയിൽഡ് ആണ്, പക്ഷേ ഇറ്റ് ഇസ് സോ ടേസ്റ്റി ആൻഡ് സോ ന്യൂട്രീഷ്യസ്. I have never had beetroot soup. This is the most famous dish in Russia. ഇനി ഇത് കാണാം, പൽമീനി എന്നാണ് തോന്നുന്നു. ഇറ്റ്സ് ആക്ച്വലി മീറ്റ് ഇങ്ങനെ ഡംപ്ലിങ്സ് ആണ് ഇൻ എ സൂപ്പ് ഫോം. പക്ഷേ ഇത് ഞാൻ ഫോക്ക് വെച്ച് കഴിക്കില്ല, സ്പൂൺ വെച്ച് തന്നെ കഴിക്കാം. നോക്കട്ടെ എങ്ങനെയാണ്. ലുക്സ് വെരി ബ്യൂട്ടിഫുൾ. നോ, വാട്ട് എ ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഡംപ്ലിംഗ്. ചൂടുണ്ടോ? അകത്ത് ഫുൾ ബീഫാണ്. ആ ഡംപ്ലിംഗ് അകത്ത് ഫുൾ ബീഫാണ്. സൂപ്പ് വല്ലാതെ ലൈറ്റ് ആയിട്ടുള്ളൊരു ബ്രോത്താണ്. കുറേ റോസ്മേരി ഒക്കെ ഇട്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി അറോമാറ്റിക്. വെരി ഒരു ഹാർട്ടി ഡിഷാണ്. നമുക്കൊരു മനസ്സിലൊരു വിന്റർ ഡിഷായിട്ട് എനിക്ക് തോന്നുന്നത്. വെരി ഡെലിഷ്യസ്. ഇതും വളരെ ഹെൽത്തിയാണ്, കാരണം ബീഫൊക്കെ ബോയിൽഡ് ആണ്. ദെൻ ബിഗ് ഡംപ്ലിങ്സ്, നല്ല ബിഗ് ഡംപ്ലിങ്സ് ആണ്, സ്റ്റീമിങ് ഹോട്ട്. സ്ട്രോഗനോഫ് വിൽ ബി ആബ്സല്യൂട്ട്ലി വണ്ടർഫുൾ. കണ്ടല്ലോ, ഫുൾ ക്രീമാണ്. നാട്ടിൽ റൈസ് വെച്ച് തരുന്നത്, ഇവിടെ മാഷ് പൊട്ടേറ്റോ, മഷ്റൂംസ് ഒക്കെ കാണാം. നാട്ടിൽ കിട്ടുന്ന സ്ട്രോഗനോഫ് അല്ല, ഇവിടെ കിട്ടുന്നതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. മഷ്റൂമിന്റെ റിച്ച്നെസ്, ക്രീം സോസിന്റെ ക്രീമിനെസ്, ബീഫിന്റെ ക്വാളിറ്റി. ഇതും ബോയിൽഡ് ആണ്, ഒട്ടും സ്റ്റർ ഫ്രൈഡ് പോലും അല്ലാന്ന് തോന്നുന്നു. So good. Priya will finish this. I guarantee you, Priya will finish this and beetroot soup. ഞാൻ വേറെ ഓർഡർ ചെയ്യേണ്ടി വരും. ഞങ്ങൾ ഫുൾ ആയതുകൊണ്ട് ഞാൻ അധികം ഡിഷസ് ഒന്നും ഓർഡർ ചെയ്യാതിരുന്നത്. ബീഫും ക്രീം സോസും പൊട്ടേറ്റോസ് ഒക്കെ ഉണ്ടെങ്കിലും ഈ മഷ്റൂം ആണ് ഈ ഡിഷിന്റെ ഹൈലൈറ്റ്. ഇറ്റ് സോ ഡെലിഷ്യസ്. അപ്പൊ ഇനി എൻജോയ് ചെയ്യട്ടെ. ഇനി നമുക്ക് ഡെസേർട്ട് ആകുമ്പോൾ കാണാം. അങ്ങനെ നമ്മുടെ വ്ളാഡിമറിന്റെ ഓർമ്മ അവസാനിപ്പിക്കാനായിട്ട് നല്ല സിർണിക്ക്. ഇത് ആക്ച്വലി കേർഡ് പാൻ കേക്ക് ആണ്. ഇറ്റ് ഇസ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ഞങ്ങൾ ഒരുപാട് ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചു കാണില്ല, പക്ഷെ അതിൻ്റെ കൂടെ ആ ബെറിയുടെ കളേഴ്സും ആ ടെക്സ്ചറും കണ്ട ഹൗ ലവ്ലി ഡസ് ഇറ്റ് ലുക്ക്. ഹൗ ലവ്ലി. എക്സാക്ട്ലി ലൈക്ക് റഷ്യ. ഓ, ആ ഡൈനിങ്, ആ ഒരു പ്ലേറ്റിങ്ങും ആ ഒരു പൗഡേർഡ് ഷുഗറും എവറിത്തിങ് ലുക്സ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ഇതും കൂടെ കഴിച്ചിട്ട് നമുക്ക് വ്ളാഡിമർ സീരീസ് അവസാനിപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓ, ലുക്ക് ആറ്റ് ദറ്റ് കട്ട്, ലുക്ക് ആറ്റ് ദറ്റ് റെസിസ്റ്റൻസ്. ഇതിനകത്ത് കണ്ട കേർഡാണ്. ഇറ്റ് ഇസ് ജസ്റ്റ് മെസ്മറൈസിങ്. ബെറിയുടെ പുളിപ്പും ഒരു ലൈറ്റ് സ്വീറ്റ്നെസ്സും എല്ലാത്തിനും ആക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഇതിന്റെ ടെക്സ്ചറാണ്. നല്ലൊരു ബൈറ്റ് ഉണ്ട്. യു ഫീൽ ലൈക്ക് യു ആർ ഈറ്റിംഗ് സംതിങ് ഹെവി. ഇറ്റ് ഇസ് സോ ഗുഡ്. Being a chocolate lover, I'll still order this. ഇതാണ് അപ്പോൾ ഞങ്ങളുടെ ഒരു ക്യൂട്ട് ചെറിയ റൂം, ഒരു ഡീലക്സ് റൂമാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഏരിയ ഉണ്ട്. ഇവിടെ മിറർ ഉണ്ട് ആൻഡ് ഇവിടെ ഇങ്ങനെ കബേർഡ്സ് ഒക്കെ ഉണ്ട്. ലഗേജ് ഒക്കെ അത്യാവശ്യം വെക്കാം. പിന്നെ ഒരു അത്യാവശ്യം നല്ല സ്പേഷ്യസ് ബെഡ്റൂം വിത്ത് AC ഉണ്ട്. സോ അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ബ്ലെസ്സിങ്, കാരണം ഭയങ്കര ചൂടാണ്. എന്തായാലും ഈ ദിവസത്തെ ഏറ്റവും നല്ല മെമ്മറി ഈ ഒരു സംഭവം തന്നെയായിരുന്നു. ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ്ഡ് ദിസ് വ്ളാഡിമർ വ്ളോഗ്. എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ. എന്തൊരു ഹാപ്പിയാന്ന് നോക്കുക ഇത്. ഓക്കെ, ബൈ.